ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നതായിട്ടുള്ള ഒരു പ്രസ്താവന നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇവിടെ കർത്താവ് പറഞ്ഞതായിട്ടുള്ള വാക്ക്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമുക്കറിയാം, അതൊരു ചോദ്യമായിട്ടാണ്. അതിൻ്റെ ഉത്തരം അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ആ ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്താണ് അതിൻ്റെ ഉത്തരം? ഇല്ല. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നും ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ വളരെ പ്രയാസമാണ് എന്നുള്ള ഒരു ഉത്തരമാണ്. അതുതന്നെയാണ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോഴും കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഒക്കെ പറയുമ്പോൾ അവിടെ പറയുന്നത്, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതും അപ്പസ്തോലന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്നത് ഒരു അപൂർവ സംഗതിയായിട്ട് മാറും എന്നുള്ളത്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും എന്ന് ചിന്തിച്ച ആളുകളാണ്. പൗലോസ് അപ്പോസ്തലനും അങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നു. എന്നാൽ തൻ്റെ 2-ാമത്തെ തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ എൻ്റെ നിര്യാണ കാലവും അടുത്തു എന്നുള്ള നിലയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതായത് എൻ്റെ ഈ ജീവിതകാലത്ത് കർത്താവ് വരുവാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ കർത്താവ് ഏത് സമയവും വരും. കർത്താവ് വന്നാൽ നമുക്കെന്താ സംഭവിക്കുക? കർത്താവിനെ നാം കണ്ടുമുട്ടും, അല്ലേ? കർത്താവ് ഇങ്ങോട്ട് വന്നാലും നമ്മൾ അങ്ങോട്ട് പോയാലും കർത്താവിനെ കണ്ടുമുട്ടും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് എപ്പോഴാണ്, അതിനെക്കുറിച്ചാണല്ലോ ഇപ്പം യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ് കൂടുതൽ. ഞാൻ വിചാരിക്കുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രസംഗത്തേക്കാൾ കൂടുതൽ കർത്താവിനെ നാം അങ്ങോട്ട് ചെന്ന് കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സും കഴിഞ്ഞ് 2-3 വർഷമായിട്ട് നമ്മളിവിടെ എടുത്തിട്ടില്ല. കർത്താവിൻ്റെ വരവ് എപ്പോഴായാലും, ഇനി ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയിലായില്ലെങ്കിലും നമ്മളെല്ലാവരും വിട്ടു പിരിഞ്ഞ് കർത്താവിനെ പോയി കാണും. അപ്പോൾ കർത്താവ് ഇങ്ങോട്ട് വന്നാലും നമ്മൾ അങ്ങോട്ട് പോയാലും കർത്താവിനെ കാണുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ 2-ാം വരവ് എപ്പോഴാണ്, മഹോപദ്രവത്തിന് മുമ്പാണോ നടുക്കാണോ അതിന് ശേഷമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ആകുലതകളൊന്നുമല്ല നമുക്ക് വേണ്ടത്. കർത്താവ് എപ്പോൾ വന്നാലും ഞാൻ റെഡി. ഇനിയിപ്പോൾ ഞാൻ എപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് ഉണ്ടെങ്കിലും ഞാൻ റെഡി. പല സഭകളിലും കർത്തൃമേശ എന്ന് പറയുന്നത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇൻ്റർവെല്ലോ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ സഹോദരൻ പറഞ്ഞു, ഈ കർത്തൃമേശയുള്ള ദിവസം എല്ലാവരും വളരെ ഒരുങ്ങി ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ വരണം. അപ്പോൾ അങ്ങനെ ഒന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നറിയാമോ? അല്ലാത്ത ദിവസങ്ങളിൽ, അല്ലാത്ത ആഴ്ചകളിൽ ആ ഒരുക്കമൊന്നും വേണ്ട, അല്ലാത്ത ദിവസങ്ങളിലും ആ ഒരുക്കമൊന്നും ആവശ്യമില്ല. കർത്തൃമേശ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ പോയി പങ്കെടുക്കുന്നതിന് മുമ്പ് വളരെ വിശുദ്ധരായിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ സ്വാഭാവിക ജീവിതത്തിലും ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യക്തമായ തെറ്റായിട്ടുള്ള സന്ദേശമാണ് അങ്ങനെ ഒരു ചിന്ത പോലും കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ അന്നത്തെ അപ്പസ്തോലന്മാരും അന്നത്തെ സഭയും അവരുടെ കാലഘട്ടത്ത്
ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ഒരുക്കത്തോടു കൂടിയാണ് ജീവിച്ചത്. നമ്മെ സംബന്ധിച്ചും കർത്താവ് ഇന്ന് വരില്ല എന്ന് പറയാനോ ഈ തലമുറയിൽ വരില്ല എന്ന് പറയാനോ ഒന്നും നമുക്ക് അവകാശമില്ല. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും രക്ഷിക്കപ്പെടണം, അതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഈ നിമിഷം വരെ, അതായത് ഇപ്പോൾ 11:20 കഴിഞ്ഞു, 11:20 വരെ, ഈ ദിവസം വരെ കർത്താവ് വന്നിട്ടില്ല എങ്കിൽ കർത്താവ് നമ്മളോട് ദീർഘക്ഷമ കാണിച്ചു, നാം ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശരി, നമുക്ക് ചില ചിന്തകൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം, പാപം ആണല്ലോ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കങ്ങനെ ചിന്തിക്കാറുണ്ടോ? പാപമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചിന്തിക്കാറുണ്ടോ? പാപമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചിന്തിക്കാറുണ്ടോ? മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പല പ്രശ്നങ്ങൾക്കും കാരണം അവരുടെ പാപമാണെന്ന് ചിന്തിക്കുക. എൻ്റെ പ്രശ്നത്തിന്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പാപമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. എന്തിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്? പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ. പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ വരുന്നതുകൊണ്ട് യേശു എന്ന് അവനെ പേർ വിടണം. അപ്പോൾ ലോകത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു രോഗമോ അങ്ങനെ പീഡകളോ ഒന്നുമല്ല. ലോകത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്, അല്ലേ? അതുകൊണ്ടല്ലേ ലോകം ശപിക്കപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ദൈവം ഈ ലോകത്തിലേക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ്? ആദവും ഹവ്വയും ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ പാപത്തിനുള്ള പരിഹാരം മാത്രമാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. വീണുപോയ മനുഷ്യൻ്റെ പാപത്തിനുള്ള പരിഹാരമാണ് ദൈവിക പരിപാടി. ആ ദൈവിക പരിപാടി അത് ദൈവം ഇന്ന് ചെയ്യുന്നത് ഓരോ വ്യക്തികളുടെ ഉള്ളിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ശരി, നമുക്ക് ആദ്യ പിതാക്കന്മാർ അവർ പെട്ടുപോയതുപോലെ നമ്മൾ ഒരുപക്ഷെ പെട്ടുപോകുവാനായിട്ടുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പാപത്തിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, ഒരു പാപവും ചെയ്യാതെ ജീവിക്കുവാനായിട്ടുള്ളൊരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും നമ്മൾ വീണു പോകുന്ന ആളുകളാണ്. വചനവും ആ ഒരു നിലയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരു 100% വിശുദ്ധിയുള്ള ഒരാളെക്കുറിച്ച് വചനത്തിൽ ഒരിടത്തും പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പോലും ആരും എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധം വരുത്തുവാൻ കഴിയില്ല, എങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരുന്നില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നത്. ശരി, ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലാണല്ലോ പാപം ലോകത്തിലേക്ക് വരുന്നതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ കർത്താവ് ദൈവം, യഹോവയായ ദൈവം ആദമിനോടും ഹവ്വയോടും അവരെ തോട്ടത്തിലാക്കിയതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അത് തിന്നുന്ന നാളിൽ മരിക്കും, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? 2-ാമത്തെ അധ്യായത്തിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 15 മുതലുള്ള വാക്യങ്ങൾ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഹവ്വയുടെ അടുത്ത്
പിശാച് പാമ്പായി വന്ന് എന്താ പറഞ്ഞേ? നാലാമത്തെ വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ മരിക്കും. പിശാച് എന്താ പറഞ്ഞേ? മരിക്കുകയില്ല നിശ്ചയം. ഈ നിങ്ങൾ മരിക്കും എന്ന് പറയുന്ന ഒരു വാക്ക് ഇത് ആദമിനോടും ഹവ്വയോടും പറഞ്ഞതാണ്. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എവിടെ? നമ്മളെ വചനപഠനമൊക്കെ വളരെ നന്നായി വരുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അല്ലേ? നിങ്ങൾ തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ മരിക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? നിശ്ചയം എന്നുള്ള വാക്ക് അവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയമെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ പുതിയ നിയമവിശ്വാസികളോട് സഭയോട് പറയുമ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഒരു സന്ദേശം നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സഭകളിൽ കേട്ടിട്ടുണ്ടോ? ഇവിടെ അല്ലാതെ ഏതെങ്കിലും സഭയിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് വത്സ സഹോദരി പറഞ്ഞു. എന്നാൽ ഞാൻ 15-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് ഏകദേശം എൻ്റെ വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ ആയിട്ട് അങ്ങനെ കറങ്ങി നടന്നിട്ട് ഒരു 14 സഭകളിൽ ഞാൻ അംഗമായിട്ടുണ്ട്. ഒരിടത്തും ഒരു പ്രസംഗവും ഞാൻ കേട്ടിട്ടില്ല. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്നുള്ള വാക്കിന് അങ്ങനെ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ പിശാച് പറഞ്ഞതുപോലെ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്ന് ധാരാളം കേട്ടിട്ടുമുണ്ട്. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ധാരാളം കുരിന്തി ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇവിടെ പാപങ്ങളുടെ ഒരു ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. സഭയോടാണ്. നമുക്കതൊന്ന് ഒരു വേദഭാഗം വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനിറപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്നുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭകളോട് മുന്നേ എന്താ പറഞ്ഞിരുന്നേ? ഈ വക പ്രവർത്തിച്ചാൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് ആരോടാ പറഞ്ഞേ? ദൈവത്തിൻ്റെ സഭയിലെ വിശ്വാസികളോടാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വക പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അത് ഞാൻ വീണ്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ മുൻകൂട്ടി എഴുതുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ വക പ്രവർത്തിച്ചാൽ ദൈവരാജ്യം അവകാശമാക്കും എന്നുള്ള പ്രസംഗങ്ങൾ എത്രയോ ആണ്. അതിന് പറയുന്നത് എന്താണെന്നറിയോ? വല്ല പ്രതിഫലവും, നന്മ ചെയ്തിട്ട് കിട്ടുന്ന പ്രതിഫലം വല്ലതും അവിടെ കുറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്നുള്ള വാക്യത്തെ അങ്ങനെയല്ല, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഓൺലൈൻ കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാറ് ഇങ്ങനെ ഈ വിഷയം, ഈ റോമാലേഖനം പഠിപ്പിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്നാണല്ലോ പറയുന്നത് സഹോദര, അതുകൊണ്ട് ഇതെന്താണ് പറയുന്നത്, അത് ഏത് മരണമാണ് എന്ന് ചോദിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞു അത് ആത്മീക മരണമല്ല. ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ ശാരീരിക മരണം ആകുമല്ലോ. ഈ രണ്ട് മരണം, ആത്മീകവും ശാരീരികവും അല്ലാത്ത മറ്റേതെങ്കിലും മരണമുണ്ടോ? ഉണ്ടോ? ബൈബിളിൽ ഏതെങ്കിലും അങ്ങനെ ആത്മീക മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശാരീരിക മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മരണം ബൈബിളിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ശാരീരിക മരണമാണെങ്കിൽ അപ്പോൾ പിന്നെ ലോകത്തിൽ ഒരാൾ പോലും ദൈവരാജ്യത്തിൽ കിടക്കുന്നവരില്ല, ശാരീരിക മരണമാണെങ്കിൽ. കാരണം ജനിച്ചിട്ട് മരിക്കാത്തതായിട്ടുള്ള ആരും ഈ ലോകത്ത് ഇല്ല. അപ്പോൾ പിന്നെ ഇത് എന്താ ആകണം? ആത്മീക മരണം തന്നെ ആകുവാനായിട്ട് സാധ്യതയുള്ളൂ, മറ്റൊരു മരണത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ സാറ് പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്, അതല്ലാതെ അതിനൊരു ഉത്തരം തന്നില്ല. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അപ്പോൾ ഈ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയും ഈ റോമലേഖനം 8-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എങ്ങനെയാണ് ഞാൻ ജഡത്തെയാണോ അനുസരിച്ച് ജീവിക്കുന്നത്? നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാറുണ്ട്, വീണു പോകാറുണ്ട്, അല്ലേ? അപ്പോൾ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണോ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ വല്ലപ്പോഴും പെട്ടുപോകുന്ന ഒരാളാണോ എന്നുള്ളത് നമ്മെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു ആത്മീകമായിട്ട് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ശരി, അതുകൊണ്ട് ഈ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കും കുറ്റബോധങ്ങളുണ്ടാവും, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്ത ആ പെൺകുട്ടി അത് ഭയങ്കരമായിട്ട് പിന്നീട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു, ചെയ്ത് തെറ്റായിപ്പോയെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ചില നായ്ക്കളെ വളർത്തുന്നവർക്കറിയാം, നായ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമ വന്ന് നീ എന്താ കാണിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയി പാത്ത് പതുങ്ങി ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കും. അത് ചെയ്യരുതാത്ത എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പോയി ചുരുണ്ടുകൂടിയിരിക്കും. കാരണം അതിന് ഒരു ഭയമുണ്ട്. എന്താ? ഞാൻ തെറ്റ് ചെയ്തു എന്നൊരു ഭയമുണ്ട്. അതൊരു മൃഗത്തിനുമുണ്ട്. അപ്പോൾ നാം തെറ്റ് ചെയ്യുകയും അതിനുശേഷം അതിനെക്കുറിച്ചൊരു കുറ്റബോധം ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ പോകുന്നത് എന്താണെന്നറിയാമോ? തെറ്റിലങ്ങ് ജീവിക്കും. അതിനുശേഷം ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ 4-ാമത്തെ കർത്തൃമേശയുള്ള ഞായറാഴ്ച രാവിലെ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ വാക്കിലും നാക്കിലും ചിന്തയിലും എല്ലാം കഴിഞ്ഞ 30 ദിവസം ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ട്, അതെന്തെല്ലാമാണ് എന്ന് എനിക്ക് യാതൊരു ഓർമ്മയുമില്ല, അതൊക്കെ നീ തന്നെ ഓർത്തെടുത്ത് അതെല്ലാം ഹോൾസെയിലായിട്ട് അങ്ങോട്ട് ക്ഷമിച്ചേക്കണം. അതല്ല ക്രിസ്തീയ ജീവിതം. ഭയങ്കര ഒരു വഞ്ചനയിലാണ് നമ്മൾ. അവിടെ ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനല്ലേ? നാം കൂടെ ഒരു പാപത്തിൽ വീണു പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പാപത്തിൽ, അതിന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ മുറുകെ പറ്റുന്ന പാപം എന്നാണ് പറയുന്നത്. മുറുകെ പറ്റുന്ന, നമ്മളെ വിട്ടുപോകാനായിട്ട് പ്രയാസപ്പെടുന്ന മുറുകെ പറ്റുന്ന പാപം, അത് കൂടെ നമ്മൾ വീണു പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാം അനുസരിച്ച് ജീവിക്കുന്നത് ജഡത്തെയാണ്, ആത്മാവിനെയല്ല. പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ പിശാചിൻ്റെ പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും നമുക്ക് മോചനം നൽകി നമ്മെ ആക്കിയിരിക്കുന്നത് നീതിയുടെ ദാസന്മാരായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടാണ്, അല്ലേ? വായിക്കണോ? റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 20
6:20 നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതി സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. 22-ാമത്തെ വാക്യത്തിൽ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പോൾ ഇവിടെ റോമയിലെ വിശ്വാസികളോട് എന്താ പറയുന്നത്? നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായിട്ട് തന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ ഭരിക്കുന്നത് ആരാ? അല്ലേ? പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. അപ്പം നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാ? പാപമാണ്. അതിൻ്റെ ഉപജ്ഞാതാവായ പിശാചാണ്. അവിടെ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അവസ്ഥ എന്താ? വീണ്ടും എപ്പോഴും എന്തു പറഞ്ഞാലും അതൊക്കെ പാപമായിട്ടാണ്, എന്ത് ചിന്തിച്ചാലും പാപമായിട്ടാണ്, എന്ത് ചെയ്താലും പാപമായിട്ടാണ് എങ്കിൽ പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നുള്ള വാക്യം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പാപത്തിൽ ജീവിക്കുകയും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കർത്താവെ എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചതെല്ലാം കർത്താവ് ഒന്ന് ക്ഷമിക്കണം. പ്രിയമുള്ളവർ, അതൊന്നും ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയല്ല, ഒരു ഭക്തിയുടെ പ്രാർത്ഥനയല്ല. നാം കൂടെ ഏതെങ്കിലും ഒരു പാപത്തിൽ വീണു പോകുന്നുവെങ്കിൽ, വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്കതിനെ മനസ്സിലാക്കാം. ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാവരും വിശ്വാസത്തിലേക്കൊക്കെ വന്നിട്ട് രക്ഷിക്കപ്പെട്ടിട്ട് അനേക വർഷങ്ങളായിട്ടുള്ള ആളുകളാണ്. നാം ഇങ്ങനെ ഏതെങ്കിലും ഒരു പാപത്തിന് കൂടെ നാം അടിമപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടേ ഇല്ല, നാം ഇപ്പോഴും അതിന് അടിമകളാണ് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ നമ്മൾ പാപസംബന്ധമായി മരിച്ചു, അല്ലേ? നമ്മളിവിടെ വായിക്കുന്നത് പാപസംബന്ധമായിട്ട് നിങ്ങൾ മരിച്ചു എന്നാണ്. ഈ 17-18 വാക്യങ്ങളിൽ എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നു. നീതിക്ക് ദാസന്മാരായി തീർന്നാലുള്ള പ്രത്യേകത എന്താ? പാപത്തിൻ്റെ ദാസന്മാരായിട്ട് തീർന്നാൽ പാപം പറയുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് പോകും. നീതിക്ക് ദാസന്മാരായി തീർന്നാലുള്ള പ്രത്യേകത എന്താ? നീതി പറയുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നാം ആരുടെ ദാസ്യത്വത്തിലാണ് അല്ലെങ്കിൽ അടിമത്തത്തിലാണ് എന്നുള്ളത് നാം വളരെയേറെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പല സഭകളിലുമുള്ള സഭാ ശുശ്രൂഷകന്മാർ അവർ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അംഗമായിരുന്ന സഭകളിലും ആ സഭ സ്ഥാപിച്ചതായിട്ടുള്ളൊരു സഹോദരൻ ഒരു സഭയിൽ ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ സഭയിലെ ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ടവരല്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രസംഗിക്കുമ്പം എന്താ ചെയ്യേണ്ടത്? രക്ഷയുടെ സന്ദേശം അപ്പം ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ടവരല്ല എന്നല്ലാതെ ഇന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും ഭൂരിപക്ഷം പേര് രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ പകുതിയിലേറെ പേര് രക്ഷിക്കപ്പെട്ടവരല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ അദ്ദേഹവും ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, പാപത്തിന് അടിമകളായിട്ടാണ് വിശ്വാസികൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ടവരല്ല എങ്കിൽ പിന്നെ എന്താണ് അവിടെ വേണ്ടത്? രക്ഷയുടെ സന്ദേശവും മാനസാന്തരവും രക്ഷയും ഒക്കെയാണ് അവിടെ വേണ്ടത്. എന്നാൽ പിന്നെ അതൊട്ട് ചെയ്യുന്നതുമില്ല. സഹോദരന്മാരെ, നമ്മളിൽ ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ സന്ദേശം കേട്ട് രക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നൊട്ട് പ്രസംഗിക്കുകയോ ആരെയും അങ്ങനെ പോയി സമീപിക്കുകയോ ചെയ്യുന്നതായിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ ക്രിസ്തീയ ലോകത്ത് തന്നെ സഭകളിൽ തന്നെ വലിയ ചില പൊരുത്തക്കേടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രശ്നമുണ്ട് എന്നറിയാം, പരിഹാരമുണ്ട് എന്നും അറിയാം, എന്നാൽ പരിഹരിക്കാൻ കഴിയാത്തതായിട്ടുള്ളൊരവസ്ഥ.
ഒന്ന് ആലോചിച്ച് നോക്കൂ. സഹോദരനെ കണ്ടിട്ട് സഹോദരൻ രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ സഹോദരൻ വന്ന് നമ്മളെ ആരെയെങ്കിലും കണ്ട് പറഞ്ഞാൽ നമ്മളുടെ തിരിച്ചുള്ള പ്രതികരണം എന്തായിരിക്കും? എന്തായിരിക്കും? നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും നിങ്ങളുടെ ജീവിതമൊക്കെ കണ്ടിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് തോന്നുന്നില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഏതിനെയാണോ വിട്ടുകളഞ്ഞ്, പാപത്തെ വിട്ടുകളഞ്ഞ് നീതിയെ സ്വീകരിച്ചയാൾ, അല്ലെങ്കിൽ പിശാചിനെ വിട്ടുകളഞ്ഞ് ദൈവത്തെ, കർത്താവിനെ സ്വീകരിച്ചതായിട്ടുള്ള ആളുകൾ, നിങ്ങൾ വീണ്ടും ഈ കർത്താവിനെ തള്ളിക്കളഞ്ഞ് വീണ്ടും ആ പഴയ ആളെ പോയി സ്വീകരിച്ചു എന്നാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളെന്ത് പറയും? പ്രതികരിക്കുമോ? അത് കറക്റ്റ്. സഹോദരി എന്തായാലും അത് തുറന്നു പറഞ്ഞു. എന്താ പ്രതികരണം എന്തായിരിക്കും? ഇനി ഞാൻ നിങ്ങളുടെ സഭയിലേക്ക് ഇല്ല എന്ന് പറയും അല്ലേ? അതല്ലേ പ്രതികരണം? അങ്ങനെയാണോ? എന്താ പറഞ്ഞേ? അപ്പുറത്തെ സാഹചര്യം പോലെ. അവിടെ വചനത്തിൻ്റെ പ്രമാണങ്ങളല്ല, ആ സമയത്ത് നമുക്ക് എന്താണോ നമുക്ക് തോന്നുന്നത് അത് നമ്മൾ പറയും അല്ലേ? അങ്ങനെയല്ലേ? അതാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞത് എന്താണ്? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തില്ല. നമ്മുടെ ഒരു സഹോദരി തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം സഹോദരിയെക്കുറിച്ച് പറഞ്ഞതല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാം പ്രകൃതം അങ്ങനെയാണ്. നമ്മളാർക്കും വിധേയപ്പെടുകയില്ല. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനോ നമ്മുടെ ജീവിതത്തെ ഒന്ന് തൊടാനോ നമ്മൾ ആരെയും അനുവദിക്കുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളറിയാതെ തന്നെ ഒഴുകി ഈ വിശ്വാസത്തിൽ നിന്നും നമ്മൾ ദൂരേക്ക് പോവുകയാണ്. കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞൊരു ഗണത്തിലാണോ നാം ആയിരിക്കുന്നത്? കർത്താവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കേണ്ടതായിട്ടുള്ള വിശ്വാസത്യാഗത്തിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസം ത്യജിച്ചതായിട്ടുള്ള ആളുകളായിട്ടാണോ നാം ഇരിക്കുന്നത്? ഒരു സത്യം ഞാൻ പറയാം, ഇന്ന് സഭകളിൽ വിശ്വാസം ത്യജിച്ച ആളുകളെ പോലെയാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും ജീവിക്കുന്നത്. കാരണം വിശ്വാസത്തിൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ ഇല്ല. എന്താണ് വിശ്വാസത്തിൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ? വചനം പറയുന്നതും ഇന്ന് നമുക്ക് സഭകളിൽ കാണാൻ കഴിയുന്നതും എന്താണ്? വചനം പറയുന്നത് നമ്മൾ സ്നേഹം, സമാധാനം, സന്തോഷം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം, പരോപകാരം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മൾ ആത്മാവിൻ്റെ ഫലം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത് സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സന്തോഷം അനുഭവിച്ചാണ് ജീവിക്കുന്നത്? കഷ്ടത്തിലും സന്തോഷിക്കുന്നത് നമ്മൾ പാട്ട് പാടും. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ കൂടുതലും പിറുപിറുപ്പല്ലേ ഉണ്ട്? സന്തോഷമാണോ? സന്തോഷിപ്പിൻ എന്ന് ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമുക്കെല്ലാവർക്കും ലേഖനം എഴുതിയിട്ടുണ്ട്. ജയിലിൽ എങ്ങനെയാണ് കിടന്നതെന്ന് നമുക്കറിയത്തില്ല. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമുള്ള ജയിലല്ല നമുക്കറിയാമല്ലോ. ഒരു ചെറിയ ദ്വാരം മാത്രമാണ്, ബാക്കി മുഴുവൻ കട്ട വെച്ച് മറച്ചൊരു ചെറിയ ദ്വാരത്തിലൂടെ ഒരല്പം വെളിച്ചം, നിലത്താണെങ്കിൽ മണ്ണ്, അങ്ങനെ യാതൊരു വക സുഖ താമസവുമല്ല ജയിലിൽ അന്നത്തെ കാലത്ത്. ഇന്നൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണവും ബിരിയാണിയും ചിക്കനും ഒക്കെ കിട്ടും. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാൻ, നിങ്ങൾ സന്തോഷിപ്പിൻ. പൗലോസ് അപ്പോസ്തലൻ അന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ആ പ്രയാസം ഇന്ന് നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സന്തോഷിക്കാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ന്യായമുണ്ടോ? ഇല്ല അല്ലേ? ന്യായമായിട്ടും അങ്ങനെയൊന്നുമില്ല. ശരി, സന്തോഷം നമ്മൾ ഉണ്ടാവുന്നില്ലെങ്കിൽ റോമാലേഖനം 15-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എങ്ങനെ? പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ വിശ്വസിക്കുന്നതിലുള്ള സമൃദ്ധിയും സന്തോഷവും സമാധാനവും അതിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുമ്പോൾ മാത്രം ലഭിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യാശ എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് വളരെ വിശദമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ സന്തോഷം, പിന്നെ സ്നേഹം. നമുക്ക്
താല്പര്യമുള്ള ചില ആളുകളെ കുറച്ച് കാലത്തേക്ക് മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ സ്നേഹമെങ്കിൽ അത് ദൈവിക സ്നേഹമല്ല, അത് ക്രിസ്തീയ സ്നേഹമല്ല. ശത്രുക്കളെ പോലും സ്നേഹിക്കാനും ബലഹീനരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളുവാനും അല്ലെ, ഉൾക്കൊരുതില്ലാത്ത ബലഹീനരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളുവാനൊക്കെ കഴിയുന്നതായിട്ടുള്ള ഒരു സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നില്ല എങ്കിൽ, ഓരോ വിശ്വാസികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ഓ സുജോസവൻ പോരാ, ശരത്ത് പോരാ, സുനി പോരാ, ശ്യാം പോരാ, അരുൺ പോരാ, ഇവർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് വിചാരിച്ച സ്നേഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നില്ല എങ്കിൽ നമ്മളിലുള്ളത് ദൈവിക സ്നേഹമല്ല, അത് നിർവ്യാജ സ്നേഹം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. വ്യാജമായിട്ടുള്ളൊരു സ്നേഹമാണ്. ദൈവിക സ്നേഹം അല്ലെങ്കിൽ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്ന ആളുടെ ഗുണങ്ങളെ നോക്കിയിട്ടുള്ളൊരു സ്നേഹമല്ല. കർത്താവ് അവരെ സ്നേഹിച്ചു, ഞാൻ അല്ലേ, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ ജനിച്ചവനെയും സ്നേഹിക്കുന്നു. കർത്താവ് ഒരാളെ സ്നേഹിച്ചു, കർത്താവ് ബാബുവിനെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാനും ബാബുവിനെ സ്നേഹിക്കാൻ, ബാബുവിൻ്റെ എല്ലാ പരിമിതികൾക്കും അപ്പുറം ബാബുവിനെ സ്നേഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ശരത്തിനെ സ്നേഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ള സ്നേഹം ആ നിലയിലായിരിക്കണം. പിന്നെന്താണ്? സമാധാനം. സന്തോഷമുണ്ടെങ്കിലേ സമാധാനമുള്ളൂ. സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ സമാധാനത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓക്കെ. ദീർഘക്ഷമ. ദീർഘക്ഷമയുടെ ആവശ്യം എന്താ? ദീർഘക്ഷമ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രസക്തി എന്താ? വീണ്ടും വീണ്ടും അല്ലേ, നമ്മളെ ഒരാൾ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുമ്പോഴാണ് ദീർഘക്ഷമ. ഒരു പ്രാവശ്യമേ പ്രകോപിപ്പിച്ചുള്ളെങ്കിൽ നമുക്ക് എന്താ, ക്ഷമിച്ചാൽ മതി അല്ലേ. വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചാൽ എന്താ വേണ്ടത്? നമ്മൾ ദീർഘക്ഷമയുള്ളവരായിത്തീരും. അപ്പോൾ നമുക്ക് ദീർഘക്ഷമയുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രകോപനങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ ദീർഘക്ഷമയുള്ളവരാണോ എന്നുള്ളത് ബോധ്യമാവും. നമുക്കും ബോധ്യമാകും, സഭയ്ക്കും ബോധ്യമാകും അല്ലേ. അപ്പം ദീർഘക്ഷമ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെടുത്തിയിട്ടുണ്ടോ, നിന്ദിച്ചിട്ടുണ്ടോ, ദുഃഖിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ തന്നെ ഞാൻ ആത്മാവിനെ കെടുക്കരുത് എന്ന് പറയുന്ന ഒരൊറ്റ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരൊറ്റ ക്ലാസ്സും കഴിഞ്ഞ 40 വർഷത്തിലേക്ക് കേട്ടിട്ടില്ല. ആത്മാവിനെ കെടുക്കരുത്. അപ്പം എനിക്ക് ദീർഘക്ഷമയില്ല എന്ന് വന്നാൽ ദീർഘക്ഷമ ഉണ്ടാകണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവ് എന്ന് നിറയണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? വിശുദ്ധി ഉണ്ടായിരിക്കണം അല്ലേ. പരിശുദ്ധാത്മാവിന് അശുദ്ധമായിട്ട് ഒരു സ്ഥലത്ത് നിറയാൻ പറ്റില്ല. നമ്മളുടെ ഹൃദയം അശുദ്ധി കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനവും സാധ്യമല്ല. അപ്പം നമ്മൾ ഇതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാം അല്ലേ, പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും നുണയും വ്യാജഭാവങ്ങളും അസൂയയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ഇതൊക്കെ നീക്കിക്കളഞ്ഞാൽ മാത്രമേ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഈ ഫലവും നമ്മളിൽ വരികയുള്ളൂ. ശരി, ദീർഘക്ഷമ. ദയ. നമുക്ക് ദയുള്ളവരാണോ? പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഈ ഓരോ കാര്യത്തെക്കുറിച്ചും പറഞ്ഞു പോയാൽ നമുക്ക് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുകയാണ്. ഈ വക പ്രവൃത്തികളൊന്നും, ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല. നാം അവൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഇതാർക്കെഴുതുന്നേ? സഭയിലെ വിശ്വാസികൾക്ക് എഴുതുന്ന. അവൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ആത്മാവ് അപ്പോൾ നമ്മളിൽ ഉണ്ടെങ്കിൽ എന്താണ് നമുക്കുള്ള ഗുണമെന്നറിയാവോ? ആത്മാവിനാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം ഇങ്ങനെ തെറ്റി എപ്പോഴും തെറ്റി പോവുകയാണ്. എന്നിട്ട് തെറ്റായി പോയി എന്ന് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
നമ്മളിൽ ഒരു നിഷ്കളങ്ക ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒന്നും നമ്മളിൽ വരുന്നില്ല എങ്കിൽ നമ്മളിൽ ആത്മാവില്ല. അതുകൊണ്ട് ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു കാര്യത്തിന് പ്രസക്തിയുമില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും വചനവിരുദ്ധമാണോ? വചനത്തിലില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വചനത്തിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അല്ലേ? നിങ്ങൾ പാപം ചെയ്തോ അതിനുശേഷം ഏറ്റു പറഞ്ഞാൽ മതി എന്നാണോ? അങ്ങനെയല്ലല്ലോ, ആണോ? നിങ്ങൾ പാപം ചെയ്യരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അഥവാ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ, നീതിമാനായ ക്രിസ്തു നമുക്ക്, കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ അഥവാ ഒരുവൻ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപം ചെയ്യാതെ ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാപം ചെയ്യാനായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വവും നമുക്കില്ല. കാരണം പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും, അടിമത്വത്തിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കി നീതിക്ക് അടിമകളായിട്ട് നമ്മെ തീർത്തിരിക്കുകയാണ്. അപ്പോൾ പിശാചിനോടോ പാപത്തിനോ പിശാചിനോ നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. കാരണം എന്താ? നമ്മളെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സ്വാതന്ത്ര്യം തന്ന് നമ്മെ നീതിക്ക് ദാസന്മാരായി, മറ്റൊരാൾക്ക് ദാസന്മാരാക്കി നമ്മളെ തീർത്തിരിക്കുകയാണ്. അപ്പോൾ പാപം ചെയ്യാൻ യാതൊരു ബാധ്യതയും നമുക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കുഞ്ഞുങ്ങൾ, നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ മേൽ പാപത്തിന് ഒരു അവകാശവുമില്ല, ഒരു അധികാരവുമില്ല. പിശാചിന് നിങ്ങളുടെ മേൽ ഒരു അധികാരവുമില്ല. നിങ്ങൾ നീതിക്ക് ദാസന്മാരാണ്. നമ്മളുടെ മേൽ കർത്തൃത്വമുള്ളത് ഒരിക്കൽ പിശാചാണ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കർത്താവായിട്ട് സ്വീകരിക്കുന്നതോടുകൂടി യേശുവാണ് നമ്മുടെ കർത്താവ്. നാം ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവിന് ദാസന്മാരായിട്ടിരിക്കുന്ന ആളുകളാണ്. കർത്താവിൻ്റെ ദാസൻ നമ്മൾ പറയുന്നത് സാധാരണ ആരെയാ? സഭാ ശുശ്രൂഷന്മാരല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരും എന്ന് പറയുന്നത് കർത്താവിനെ യജമാനനായി അല്ലെങ്കിൽ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച എല്ലാവരും കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരുമാണ്. എല്ലാ വിശ്വാസികൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണത്. ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുന്നത് അവർ അങ്ങനെയുള്ള വിശ്വാസികളുടെ ദാസന്മാരെന്നാണ്. ഞങ്ങളോ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ. അപ്പോൾ ദാസന്മാരുടെ ദാസന്മാരാണ് യഥാർത്ഥത്തിൽ സഭാ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്. അതല്ലാതെ സഭാ ശുശ്രൂഷകന്മാർ കർത്താവിൻ്റെ ദാസന്മാരും അല്ലാത്തവരും മറ്റൊരു വിഭാഗവുമല്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വചനം അങ്ങനെയാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും പാപത്തിന് ദാസന്മാരാണോ? ഏതെങ്കിലുമല്ല. ഏതെങ്കിലും ഒരു പാപം എന്ന് പറഞ്ഞ് ഒരു പാപം മാത്രം എനിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെയൊന്നുമില്ല. പലപ്പോഴും ദയയില്ലായ്മ, വാത്സല്യമില്ലായ്മ, കരുണയില്ലായ്മ, നിഗളം, ഇതൊക്കെ അനുസരണം ഇല്ലായ്മ, ഇതെല്ലാം പാപം തന്നെയാണ്. പാപത്തിനെ നമ്മൾ ഗ്രേഡ് തിരിക്കാനൊന്നും പറ്റില്ല. സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പാപം തന്നെയാണ്. അപ്പോൾ നാം പാപത്തിൻ്റെ ദാസന്മാരാണോ യഥാർത്ഥത്തിലൊന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഇങ്ങനെ ഈ പാപത്തിൽ അങ്ങനെ ജീവിക്കുകയും പിന്നെ തോന്നുമ്പോഴൊക്കെ അതെല്ലാം ഓർത്ത് അങ്ങ് ക്ഷമിച്ചേക്കണം കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് പാപത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള നമ്മളുടെ മനോഭാവം വളരെ ലഘുവായിപ്പോയി. പാപത്തെ ദൈവം കാണുന്നത് പോലെ കാണാത്തൊരവസ്ഥയായിപ്പോയി. പാപത്തെ ദൈവം കാണുന്നത് പോലെ കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്നറിയാവോ? തെറ്റിപ്പോയാൽ അപ്പം തന്നെ ഷോക്കടിച്ചതുപോലെ, കർത്താവെ ഞാൻ തെറ്റിപ്പോയല്ലോ, എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ, ദുഃഖിപ്പിച്ചല്ലോ, ഞാൻ തെറ്റിപ്പോയല്ലോ, ഞാൻ മാനസാന്തരപ്പെടുന്നു. അത് ഞായറാഴ്ച രാവിലത്തേക്ക് വെച്ചേക്കുകയില്ല. അത് ആ ദിവസം രാത്രി 10 മണിക്കുള്ള അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയുടെ സമയത്തേക്കും അത് വെച്ചേക്കുകയില്ല. അത് മാസാവസാനമുള്ള കർത്തൃമേശയുടെ ശുശ്രൂഷയ്ക്ക് വരെ അത് വെച്ചേക്കുകയില്ല. ഒരു ദൈവ പൈതലിൻ്റെ, കാരണം നാം ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലാണ്. നാം കർത്താവ്, നിങ്ങൾ എന്നിൽ വസിപ്പൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഒരാൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ സ്നാനപ്പെട്ടാൽ
അവർ ക്രിസ്തുവിനോട് ചേരുന്നു എന്നാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് യേശു ക്രിസ്തുവുമായിട്ട് ഒന്ന് എന്നുള്ള നിലയിലാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ മരിച്ചു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നാം യഥാർത്ഥത്തിൽ വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാൾക്ക് പാപം ചെയ്തേച്ച് മാനസാന്തരപ്പെടാതിരിക്കാൻ, അപ്പോൾ തന്നെ മാനസാന്തരപ്പെടാതിരിക്കാൻ സാധിക്കുമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ക്രിസ്തുവിൽ വസിക്കുന്നവരില്ല, പാപത്തെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചിന്തയുള്ള ആളുകളില്ല. നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ഏതോ ഒരു കാലത്ത് ഞാനൊന്ന് സ്നാനപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാര്യത്തില, അല്ലെങ്കിൽ ഞാനൊന്ന് ഏറ്റുപറഞ്ഞു എന്നുള്ള ഒറ്റ കാര്യത്തില. പ്രിയമുള്ളവരെ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇത്രയേറെ നാം വചനം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടും നമ്മളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ഇതുവരെയും വന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലേ? സ്വർഗത്തിൽ പോകാൻ വേണ്ടി രക്ഷിക്കപ്പെട്ട ആളുകളൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ. എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എനിക്ക് വരണം, ആ കൂട്ടായ്മയിലേക്ക് വരണം, എൻ്റെ ജീവിതം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടികൾക്കായിട്ട് സമർപ്പിച്ച് എനിക്ക് ജീവിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി വിശ്വാസത്തിലേക്ക് വന്ന ആളുകളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. അതല്ലാതെ ഞാൻ മരിച്ചാൽ നരകമുണ്ടെങ്കിൽ നരകത്തിൽ പോയാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നരകത്തിൽ പോവുമെങ്കിൽ വേണ്ട, ഞാൻ എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകാൻ? ഏറ്റു പറഞ്ഞാൽ മതിയോ? ശരി, ഞാൻ എന്താ ഏറ്റു പറയുന്നു, യേശുവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, ഇനി സ്നാനപ്പെടണോ? ശരി, അതിന് ഞാൻ തയ്യാർ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊന്നും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരില്ല. അങ്ങനെയുള്ള ആളുകളാൽ നിറയപ്പെട്ട സഭകളാണിന്ന് ലോകത്തുള്ളത് മുഴുവൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളൊന്നും അവരുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ ജീവിതത്തിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. രക്ഷയുടേതായിട്ടുള്ള യാതൊരു പ്രത്യേകതകളും നമ്മളെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ എന്താ പറയുന്നത്? കർത്താവിനെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുന്നവരായി. ശരിയാണോ? അല്ലേ? അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ആളുകൾ നോക്കുമ്പോൾ നമ്മൾ ആരെയാ പ്രതിബിംബിക്കേണ്ടത്? യേശുവിനെ. അപ്പോൾ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ മുഖത്ത് യേശുവിനെ കാണണം, അല്ലേ? ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കിയാൽ എങ്ങനെയാണ്? നമ്മളെ തന്നെയല്ലേ കാണുന്നേ? നമ്മുടെ മുഖം ദൈവത്തിൻ്റെ ഒരു കണ്ണാടിയും നമ്മുടെ മുഖം മറ്റുള്ളവർ കാണുമ്പോൾ ദാ ഒരു സഹോദരൻ, ക്രിസ്തുവിൻ്റെ മുഖമുള്ള ഒരു സഹോദരൻ, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നതായിട്ടുള്ള ഒരു സഹോദരി, ഒരു സഹോദരൻ. പ്രിയമുള്ളവർ, നമ്മളെ സംബന്ധിച്ച് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള നിലവാരം എന്ന് പറയുന്നത് ചെറിയ നിലവാരമൊന്നുമല്ല. ആഴ്ചാവസാനമോ ദിവസാവസാനമോ മാസാവസാനമോ ഏറ്റുപറഞ്ഞ് ഹോൾസെയിലായിട്ട് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമല്ല നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വെറും വ്യാജമാണ്, അതൊക്കെ പൈശാചികമാണ്, അതൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല, അതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല. ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ വചനത്തോട് നിരക്കാത്തതുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലേ? അപ്പം ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ എറണാകുളത്ത് ഞാനൊരു കല്യാണത്തിന് കഴിഞ്ഞ മാസം ഈ മാസം ആദ്യം പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു സഭയെക്കുറിച്ച് ഞാൻ കേട്ടു. ഷമ്മാ ടബർനാക്കിൾ ചർച്ച് എന്നാണ് ആ ചർച്ചിൻ്റെ പേര്. ഷമ്മാ ടബർനാക്കിൾ ചർച്ച്. എനിക്ക് പരിചയമുള്ള പല ആളുകളും ആ സഭയിലുണ്ട്. അപ്പോൾ ആ സഭയിലെ ഒരു മെമ്പറുടെ വിവാഹമായിരുന്നു. അപ്പോൾ ഞാൻ ചർച്ചിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ രസകരമായി തോന്നി. എന്താ പറഞ്ഞതെന്നറിയോ? അവരുടെ ചർച്ചിൽ മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുക്കണം. ആ പേപ്പറിനകത്ത് എഴുതിയേക്കുന്നത് എന്നെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് കൊടുക്കേണ്ടത്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, കുടുംബനാഥനല്ല, ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കൊടുക്കണം. എന്നെ
എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി പരിശീലിപ്പിക്കാനും തിരുത്താനും ശാസിക്കാനുമുള്ള സമ്പൂർണ്ണ അധികാരം ഞാൻ സഭാ ശുശ്രൂഷന്മാർക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ള ആ പേപ്പർ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ സഭയുടെ മെമ്പറായിട്ട് അവർ സ്വീകരിക്കുകയുള്ളൂ. അത് ഒപ്പിട്ട് കൊടുക്കാത്ത എല്ലാവരും സഭയിലെ ഗസ്റ്റുകളാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ ഇടപെടും. അവരുടെ വരവ് പോക്ക്, വിദ്യാഭ്യാസം, ജോലി, അവരുടെ സാമ്പത്തികം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെട്ട് നല്ല ഒന്നതരം വിശ്വാസികൾ, അവിടുത്തെ വിശ്വാസികൾ. അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇവിടെ ചോദിച്ചാൽ എന്ത് പറയും? വത്സവരി പറഞ്ഞതുപോലെ ഇതുമാത്രമല്ല സഭ, ഞങ്ങൾക്ക് വേറെ ധാരാളം സഭകൾ അല്ലേ, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാവരും വരുന്നവർക്ക് ഇപ്പം വത്സവരിക്കാണെങ്കിൽ വരുന്ന വഴിക്ക് കൽപ്പനയിൽ ഇവിടെ എത്തുന്നതിന് 250 മീറ്റർ മുമ്പ് ഒരു സഭയുണ്ട്. അതുപോലെ നമ്മളെല്ലാം പല സഭകൾ ക്രോസ് ചെയ്താൽ ഇങ്ങ് വരുന്നത് അല്ലേ. ഇത് മാത്രമല്ല സഭ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടേണ്ട, അതൊക്കെ ഞാൻ തീരുമാനിച്ചുകൊള്ളും. നിങ്ങൾ വല്ലതും വേണമെങ്കിൽ അവിടെ നിന്ന് പ്രസംഗം ചെയ്ച്ച് പൊക്കോണം, ഞാൻ കേട്ടോളാം, വന്ന് അവിടെ ഇരുന്ന് തരാം എന്ന് പറഞ്ഞ് മാത്രം സഭകളിൽ വരുന്നതായിട്ടുള്ള വിശ്വാസികൾ ഒരു കാലത്തും ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. എല്ലാവരും അന്യോന്യം തിരുത്തുവാനും തിരുത്തപ്പെടുവാനും മനസ്സുള്ള താഴ്മയുള്ള ഹൃദയങ്ങളുമായിട്ടുള്ളതല്ലാതെ അങ്ങനെയുള്ള ഒരാളെയും ദൈവം സ്വീകരിക്കുന്നില്ല. ഞായറാഴ്ച വന്ന് ആരാധന, ഞായറാഴ്ചത്തെ ആരാധനയല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആണോ? അറിയാമോ? ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. സഭായോഗത്തെ ആരാധനായോഗം എന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഇന്ന് നമ്മൾ 51-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ ദൈവം പ്രസാദിക്കാത്ത യാഗങ്ങളെക്കുറിച്ച് അല്ലേ, പ്രസാദിക്കുന്നില്ല എന്ന് പറഞ്ഞ് യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ദൈവം പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വന്ന വ്യത്യാസം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ വന്നതായിട്ടുള്ള വ്യത്യാസമാണ്. ഞായറാഴ്ച സഭായോഗത്തിന് പോയില്ലെങ്കിൽ കർത്താവ് ഒരുപക്ഷെ ശിക്ഷിക്കും, നന്മകൾ പിടിച്ചു വയ്ക്കും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ സഹോദരന്മാർ ചോദിക്കും, എന്നാൽ പിന്നെ പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സഭായോഗത്തിൽ വന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനും മനുഷ്യനെ പ്രസാദിപ്പിക്കാനും നോക്കിയാൽ യാതൊരു വക രക്ഷയും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അടിമുടി ഒരു പൊളിച്ചെഴുത്ത് നമുക്ക് ആവശ്യമാണ്. അടിമുടി പൊളിച്ചെഴുത്ത് ആവശ്യമെങ്കിൽ, ഞാനിത് എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, നമുക്ക് ആർക്കും മറ്റൊരാളുടെ ഹൃദയത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. എനിക്ക് കഴിയില്ല, നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ന്യായവിധി നാളിൽ കർത്താവ് പറഞ്ഞു അല്ലേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ആ നാളിൽ പലരും വന്ന് എന്നോട് എന്തു പറയും? ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. ചെറിയ കാര്യങ്ങളിലാണോ അവർ ചെയ്തേ? അവർ ഭൂതങ്ങളെ പുറത്താക്കി, വീര്യപ്രവൃത്തികൾ ചെയ്തു, അവർ പ്രവചിച്ചു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ആളുകൾ അവർ വന്നിച്ച് കർത്താവിനോട് പറഞ്ഞു, അല്ല കർത്താവ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തവരാ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ട് പോകുവിൻ. അപ്പോൾ അവിടെ കൂടുതൽ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ കൂടുതൽ പറഞ്ഞാൽ, ഞാൻ 1982 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നിന്നെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചതാണ് അല്ലേ. കർത്താവ് അവിടെ കൂടുതൽ ഇവർക്ക് പറയാവുന്ന ഏറ്റവും വലുത് അതെന്താ? ഭൂതങ്ങളെ പുറത്താക്കുക, വീര്യപ്രവൃത്തികൾ ചെയ്യുക, പ്രവചിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറിയ കാര്യമാണോ? അവർക്ക് പറയാവുന്ന കർത്താവിനെ ഒന്ന് തൃപ്തിപ്പെടുത്താനും ഒന്ന് സ്വാധീനിക്കാനും ഒന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടി അവർക്ക് പറയാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് അവരെടുത്ത് പറയുന്നത്. കർത്താവ് പറഞ്ഞു, വേണ്ട. ഇവരൊക്കെ ഏറ്റുപറഞ്ഞവരാ, ഇവരൊക്കെ സ്നാനപ്പെട്ടവരാ, ഇവരൊക്കെ സഭയിൽ പോയിക്കൊണ്ടിരുന്നവരാ, അവർക്ക് സഭയിൽ പഠിപ്പിച്ചിരുന്നവരാ, സഭയിലെ നേതാക്കന്മാരാണ്. നേതാക്കന്മാരുടെ കാര്യം എങ്ങനെയാണെങ്കിൽ അണികളുടെ കാര്യം എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ നേതാക്കന്മാരായിരിക്കും കൂടുതൽ തെറ്റുകാരല്ലേ? അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒന്ന് കയറിപ്പറ്റണമെന്നാണോ? നമ്മൾ തെറ്റിപ്പോയി. 100% നമ്മൾ തെറ്റാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ സഭാപ്രവർത്തനങ്ങളും ആത്മീയ കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 100% തെറ്റാണ്. പാപം മുഖാന്തരം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയ മനുഷ്യന് ആ പാപത്തിൻ്റെ പരിഹാരത്തിലൂടെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്കുള്ള യഥാസ്ഥാനമാണ് ക്രിസ്തീയ ജീവിതം. ആ യഥാസ്ഥാനപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും മരണശേഷവും അത് മറ്റൊരു തലത്തിൽ തുടരുന്നു. ഈ ലോകത്തിൽ അതുകൊണ്ട് മരണശേഷം അത് നമ്മൾ
മറ്റൊരു തലത്തിൽ തുടരുന്നു. ഇത്രയേ ഉള്ളൂ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ എങ്ങനെ ഈ ലോകത്തിൽ എനിക്ക് സൗകര്യപ്രദം പോലെ ജീവിച്ചിട്ട് മരിച്ചു കഴിയുമ്പം സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു പാസ്പോർട്ട് ആയിട്ട് ഈ സ്നാനത്തെയും രക്ഷയെയും ഈ സഭാപ്രവർത്തനങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നത് വെറും വ്യാജമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും നിങ്ങൾ നരകത്തിൽ പോകും, നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമെന്ന് എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? നരകത്തെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ സ്വർഗത്തെ കാണിച്ച് മോഹിപ്പിച്ചോ അല്ല ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരുന്ന ഒരാളും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. പാപത്തെക്കുറിച്ച് ദൈവത്തിനുള്ള വലിയ വെറുപ്പിനെക്കുറിച്ചും മനസ്സിലാക്കി ആ പാപത്തെ വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആളുകൾ, അതിനുള്ള തയ്യാറുള്ള ആളുകൾ, അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിച്ചതായിട്ടുള്ള ആളുകൾ, ദൈവേഷ്ടത്തിന് വേണ്ടി, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവേഷ്ടത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരാളെ മാത്രമേ കർത്താവ് അറിഞ്ഞിട്ടുള്ളൂ. എൻ്റെ സൗകര്യം പോലെ ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും രഹസ്യമായിട്ടും ഞാൻ എൻ്റെ എല്ലാ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഞാൻ ജീവിക്കും, അതിനുശേഷം ഞാൻ സ്വർഗത്തിൽ പോകാം. നോ 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 അങ്ങനെ ഒരു ദൈവിക പരിപാടി ബൈബിളിൽ മനുഷ്യനെ സംബന്ധിച്ച് ഒരിടത്തും കൊടുത്തിട്ടില്ല. അങ്ങനെയൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോടൊന്ന് പറയണം. മീറ്റിംഗ് കഴിഞ്ഞിട്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, വിശ്വാസം കണ്ടെത്താത്ത വിശ്വാസത്യാഗത്തിൻ്റെതായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്കുള്ള വലിയ ഭയനിർദ്ദേശമാണ്. നമ്മളുടെ ജീവിതത്തെ നമുക്ക് നിസ്സാരമായിട്ട് എടുത്തുകൂടാ. നാം എല്ലാം നേടിയെന്നോ, നാം എത്തിപ്പോയെന്നോ, ഞാൻ പിടിച്ചുവെന്നോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ പോലും ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വിചാരിച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് പറയുവാനായിട്ട് കഴിയും? നമുക്ക് എന്ത് അവകാശപ്പെടുവാനായിട്ട് കഴിയും? ഒന്നുമില്ല. സർവശക്തനായ ദൈവം നമ്മെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകളോടുകൂടി ദൈവേഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള എല്ലാ താല്പര്യവും നമ്മൾ വർദ്ധിപ്പിച്ചു തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.